ഹായ്, ഞാനൊരു അത്യാവശ്യ കാര്യം വീഡിയോ ചെയ്യാനായിട്ട് വർക്കിനിടയിൽ തിരക്ക് പിടിച്ച സമയത്ത് ഞാൻ ഓടിപ്പോകുന്നതാണ്. കാര്യം എനിക്ക് അവിടെ ഇരുന്നൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഔട്ട്സൈഡ് എന്ന് പറയുന്ന പെരുന്നുണച്ചിയെ പറ്റിയിട്ട് പലതവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ സത്യാവസ്ഥ, ഞാൻ ഒരു കാര്യവും ഇതുവരെ ഈ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ എവിടെയും ഞാൻ ഒരു കാര്യവും കള്ളം പറഞ്ഞിട്ടില്ല. 100% ഉറപ്പിച്ച് എനിക്കത് പറയാൻ പറ്റും. അപ്പോൾ ഈ പെരുന്നുണച്ചിയുടെ കാര്യങ്ങളും കുറേ ഞാൻ പറഞ്ഞതാണ്. പിന്നെയും ഒരുപാട് ആളുകൾ അവരവർക്ക് വരുമ്പോൾ മാത്രം വലിയ കാര്യവും മറ്റുള്ളവർക്ക് വരുമ്പോൾ എന്തോ ഗോവിന്ദ എന്നുള്ള രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. കാര്യം അവർക്ക് വരുമ്പോൾ മാത്രമാണ് പ്രശ്നം. വേറെ ആർക്ക് എന്തു വന്നാലും അവരെ ബാധിക്കില്ല. സോ ഇങ്ങനെയുള്ള പെരുന്നുണച്ചികളുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടിക്കാലും അവരെ പോയി സപ്പോർട്ട് ചെയ്യും. അതൊക്കെ വ്യക്തിപരമായ കാര്യം. എനിക്ക് ഒരു കാര്യം പറയണമെങ്കിൽ ഈ യൂട്യൂബിൽ ഒരു അവളുമാരുടെയും ഒരുത്തികളുടെയും സപ്പോർട്ടും ഒന്നും എനിക്ക് ആവശ്യമില്ല. ഒരാളുടെയും പേഴ്സണൽ കോണ്ടാക്ട് ഒന്നും എനിക്ക് ആവശ്യമില്ല. ആരെയും ഒരാളെ പോലും ഞാൻ ഈ യൂട്യൂബിൽ ഈ സോഷ്യൽ മീഡിയയിൽ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാനും അത് സപ്ലൈ ചെയ്യാനും അത് സപ്ലൈ ചെയ്തിട്ട് ദിവസവും സമ്പാദിക്കാനും അതും കൊണ്ട് വന്ന് കുത്തിയിരിക്കാനും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് പബ്ലിക് സോഷ്യൽ മീഡിയ വഴി മാത്രം കിട്ടുന്നത്. അതെടുത്തിട്ട് എങ്ങനെയും കൈകാര്യം ചെയ്യുന്നതിന് നമുക്കാരും ഒരു അതിർവരമ്പൊന്നും വെച്ചിട്ടില്ല. നമുക്കത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് മാത്രം മതി എനിക്ക്. പിന്നെ കുറേ സപ്പോർട്ടേഴ്സ്, ഇത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്ന കുറേ ആളുകൾ, അത് 10 പേരെങ്കിൽ 10 പേര് അവർ മതി. അതിൽ കൂടുതൽ ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നോ നമ്മളെ അങ്ങ് സഹായിക്കുമെന്നോ ഒന്നും കരുതിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത് എപ്പോഴാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ പറയും. അപ്പോൾ 2-3 ദിവസമായി ഞാൻ ഇന്നാകട്ടോ അറിയുന്നത് എന്നെ പറ്റിയിട്ട് പരാമർശിച്ച് വീണ്ടും 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 വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഇവള് വലിയ പുണ്യവാളത്തിയാണ്, ഇവള് സത്യസന്ധയാണ്, ഇവള് എന്തൊക്കെയോ ആണ്, സാവിത്രിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും എൻ്റെ കാര്യം ആരെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കേണ്ടി വന്നാൽ ഇവള് വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കേട്ടതാണ്, സംസാരിക്കേണ്ടി വന്നിട്ടല്ല ഇവള് പറയുന്നത്. മിനി സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരുത്തി എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞു, ഞാൻ അവിടെയാണെങ്കിൽ അവളുടെ ഞാൻ എന്തോ അങ്ങ് ചെയ്തേനെ എന്ന് പറഞ്ഞിട്ട്. എടി, നിന്റെ ആ അറബിയോട് തെണ്ടാൻ നീട്ടുന്ന നിന്റെ ആ കൈ അത്രയ്ക്ക് അങ്ങോട്ട് തരിക്കുന്നുണ്ടെങ്കിൽ നീ കണ്ണാടി നോക്കിയിട്ട് കൊടുക്കടി, നിന്റെ ആ ജീർണിച്ച ആ ഫേസിനിട്ട് തന്നെ. മിനി സെബാസ്റ്റ്യനെ തൊടാൻ നീ ആയിട്ടില്ല കേട്ടോ, വൃത്തികെട്ടവളെ. നീ അടുത്തായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? പിന്നെ നിന്റെ അമ്മേനെ ഞാൻ എന്തോ പറഞ്ഞു, തെറ്റിദ്ധരിപ്പിക്കാൻ നീ നോക്കുന്നു. ഞാൻ എന്താടി പറഞ്ഞത്? നീ എന്നെ ആ പാവൂട്ടി ഞാൻ പറയുന്നില്ല, എനിക്ക് അത്രയും കൾച്ചർ ഇല്ലാത്ത ഒരാളല്ല ഞാൻ. ചിരട്ടത്തള്ളേ എന്ന് വിളിച്ചപ്പോൾ അത് നിന്റെ ഉമ്മായാടിന്ന് ഞാൻ പറഞ്ഞു അല്ലേ? നീ വിളിച്ചത് നിന്റെ ഉമ്മായാടി, തള്ളേന്നാണ് നീ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അതിലപ്പുറം ഞാൻ എന്താടി വൃത്തികെട്ടവളെ പറഞ്ഞത്? പറയടി നീ. എന്നിട്ട് നീ പറയുന്നു ഇപ്പം നീ ഈ ഒരു വിഷയം ചോദിക്കുമ്പോൾ മാത്രം നീ അങ്ങോട്ട് വിഴുങ്ങിക്കളയാണ്, ഉരുണ്ട് പടച്ചിട്ട് നീ പറയുന്നു ഞാനൊരു ഫോട്ടോ കണ്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എടി, ഒരു നോർമൽ ഒരു പിക്ക്, ഒരു ഫോട്ടോ ഒരാളുടെ കണ്ടെങ്കിൽ എന്താണ് ഇത്ര പറയാനിരിക്കുന്നത്? അത് തന്നെയല്ല, ഞാൻ തെളിവുകൾ വെച്ചിട്ട് പ്രൂവ് ചെയ്ത കാര്യമാണ് ഇവൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അല്ലേ? ഇപ്പോഴും കഴിഞ്ഞ ദിവസം മുംതാസിൻ്റെ ഒരു ലൈവിൽ അവർ പറയുന്നുണ്ട് നീ പറഞ്ഞ കാര്യം. എന്താണ് അവർ പറയുന്നുണ്ട്? നിക്കറിട്ട ഫോട്ടോയുണ്ട്, നിനക്ക് വേണോ അയച്ചു തരാം നീ പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നീ അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് കാർ ഒതുക്കിയിട്ട് അവർ വെയിറ്റ് ചെയ്തു ഉത്രേ. എൻ്റെ അങ്ങനത്തെ ഫോട്ടോ എന്തിയടി നീ അയച്ചു കൊടുക്കാത്തത്? എടി, ഇത്രയും വലിയൊരു നുണ പറയുന്ന നീ സത്യസന്ധയാണ്, നീ എന്തോ വലിയ സംഭവമാണ്, നീ അതാണ് ഇതാണ് എന്ന് പറയാൻ നാണമില്ലേടി നിനക്ക്? ഉളിപ്പില്ലേടി നിനക്ക്? പിന്നെയും നിന്റെ സംഭാഷണങ്ങൾ എൻ്റെ പേര് നീ വലിയ പതിവ്രതയാണെന്ന് തെളിയിക്കാൻ എൻ്റെ പേര് എന്തിനാടി വലിച്ചിടുന്നത്? ഇത്ര വലിയൊരു പേരും നുണച്ചിയായ നീ, ഇത്ര വലിയ പേരും കള്ളിയായ നീ. ഞാൻ ഈ യൂട്യൂബിൽ നാളിതുവരെ കണ്ട ആളുകളിൽ ഏറ്റവും എന്ന് വെച്ചാൽ കള്ളം പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ കള്ളം പറയും എന്ന് എല്ലാവരും പൊതുവെ പറയാറുള്ള ആളുകളാണ്. അവരും പറയാറുണ്ട് ചിലപ്പോഴൊക്കെ കള്ളം പറയുന്നു. പക്ഷെ നീ ഏറ്റവും വലിയ സത്യവതിയാണ്, നീ പുണ്യവാളത്തിയാണ്, നീ കള്ളവേ പറയില്ല, നീ മീഡിയേറ്ററാണ്, നീ അവിടെ ഇവിടെ പോയി നിന്ന് എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കുന്നവളാണ്, മാലാഖയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നേരെ ഇത്രയും വലിയൊരു കള്ളം നീ പറഞ്ഞിട്ട് അതിനെപ്പോലും കൂസാതെ അവരവർക്ക് വരുന്ന കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾ മാത്രമാണ് നിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളത്. മനസ്സിലായോ? അല്ലാതെ ബോധമുള്ള എല്ലാവർക്കും അറിയാടി നീ പേരുന്നുണച്ചയും കള്ളിയാണെന്ന്. എടി വൃത്തികെട്ട ശവമേ, നീ അതൊന്നും എടി ഞാൻ നിനക്ക് ഇപ്പോഴും നീ പറയുന്നു, ഞാൻ ആരൊക്കെയോ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരൊക്കെയോ ചോദിക്കുമ്പോൾ നീ പറയുന്നു ഞാൻ ഫോട്ടോ കണ്ടു എന്ന് മാത്രമേ പറയുള്ളൂ, അത് സത്യമാണെന്ന്. എടി ശവമേ, നീ അത് പുറത്തിടടി. ഞാൻ നിനക്ക് സ്ട്രൈക്ക് തരില്ല, നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കില്ല, ഉറപ്പാണ്. പബ്ലിക്കിലല്ലേ ഞാൻ പറയുന്നത്.
ചുണയുള്ളവളാണെങ്കിൽ നീ ഇടടി. ഇനി എൻ്റെ ഫേസ് കാണിക്കാതെ നിൻ്റെ ആ ഫോട്ടോ ഇല്ലേ, നിൻ്റെ ആ ഫോട്ടോ, നീ അങ്ങനെ നടക്കുന്ന അഴിഞ്ഞാടി നടക്കുന്ന നിൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ, അതെടുത്ത് വെച്ചിട്ടാണ് നീ പറയുന്നതെങ്കിൽ കളി മാറും കേട്ടോ. നിനക്ക് ആരുമില്ലേടി ചോദിക്കാനും പറയാനും ഒന്നും വീട്ടിൽ. അതുകൊണ്ടാണ് കൂടി നീ അറബിയുടെ മുമ്പിൽ കൈ നീട്ടാൻ പോയത്. വല്ലതും തരുമോ എന്ന് ചോദിച്ചു വിലകാലയ്ക്ക് 1 മണിക്ക്. ഒരു പ്രഗ്നൻ്റ് ആയ ഒരു പെണ്ണിനെ ലോകത്താരേലും അങ്ങനെ ഒറ്റയ്ക്ക് ഇറക്കി വിടുവോ? നിൻ്റെ ഒന്നും കുടുംബത്താരും ഇല്ലേ ചോദിക്കാനും പറയാനും? അപ്പം ഞാൻ പോട്ടെ, മിണ്ടണ്ട. ഈ ഡ്രാക്കുള കോട്ടയിൽ നിന്ന് ഇതേപോലെയുള്ള കുറേ വൃത്തികെട്ട സാധനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് അങ്ങ് മാറിയേക്കാം. ഇവളുമാരെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് കരുതുമ്പോൾ നീ വീണ്ടും 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 നീ പതിവ്രത കളിക്കാനായിട്ട് നീ എൻ്റെ പേര് വലിച്ചിടുന്നു അല്ലേ? അതിനിടയ്ക്ക് നിൻ്റെ ആ ഒരു മാസമെന്ന് കരുതുന്ന ആ ഒരു ഡയലോഗും കൂടെ ഒരുത്തി എൻ്റെ അമ്മയെ പറയും ഞാൻ നേരിട്ടുണ്ടായിരുന്നെങ്കിൽ നിൻ്റെ കൈ കാണിയല്ലടി. പിന്നെ നിൻ്റെ ആ കൈ കൊണ്ട് നീ പിന്നെ ഒരറബിയുടെ മുമ്പിലും തെണ്ടാൻ പോകാൻ പറ്റത്തില്ല. എൻ്റെ നേരെ നിൻ്റെ ആ ജീർണിച്ച കൈ ഉയർന്നാൽ നാശം നാണം കെട്ടവളെ മേലി പറയരുത്. നീ നുണച്ചിയല്ല, നീ സത്യസന്ധയാണ്, നീ സാവിത്രിയാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നീ മേലി പറയരുത്. നീ അത് അർഹിക്കുന്നില്ല. നീ എന്തിനാടി പിന്നെ വാട്സപ്പിലേക്ക് വരിവരിയായിട്ട് വരൂ. അത് കുറേ ആളുകളുടെ നമ്പർ കളക്ട് ചെയ്യാനല്ലേ? ഇങ്ങനൊരു വൃത്തികെട്ട ഫോട്ടോ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ആളുകൾക്ക് അത് കാണാനായിട്ട് ക്യൂ നിൽക്കുന്നു ആളുകൾ. ആ സമയം കൊണ്ട് നിനക്ക് അവരുടെ പേഴ്സണൽ ഡേറ്റ കളക്ട് ചെയ്യാം അല്ലേ? അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം, അവരുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യാം. അതിലൂടെ അവരെ ട്രാപ്പിൽപ്പെടുത്താം. ശരിക്കും നീയല്ലേടി ഒരു ക്രിമിനൽ? നീ ഇങ്ങനെയല്ലേടി പെണ്ണുങ്ങളെയൊക്കെ വലയിലാക്കുന്നത്? ഇതുപോലുള്ള വൃത്തികെട്ട പിക്ക് തരാം, എൻ്റെ ഇൻസ്റ്റയിലേക്ക് പോരൂ, അവിടെ തരാം, എൻ്റെ വാട്സപ്പിലേക്ക് പോരൂ, ഇവിടെ തരാം എന്ന് പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ ഐഡിയ എല്ലാം കളക്ട് ചെയ്തിട്ട് നീ അവരെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ടല്ലേടി നീ പോഴത്തരം പറഞ്ഞത്? എങ്ങനെ എത്ര പേരുടെ നീ കളക്ട് ചെയ്ത് വെച്ചടി? എത്ര പേർക്ക് നീ കൊടുത്തടി? ഒരാളെ നീ പറയടി കൊടുത്തത്? നീ പബ്ലിക്കിലിടടി. എന്നിട്ടും ഇപ്പം നീ എൻ്റെ അസാന്നിധ്യത്തിൽ, ഞാനിതൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നീ വീണ്ടും പറയുന്നു അല്ലേ? ഞാനത് കണ്ടതുകൊണ്ടാണ് പറയുന്നു. എടി നാശവേ, നീ കണ്ടതെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലുപരി നീ ഒരു സംഭവം കണ്ടെങ്കിൽ നീ ഇടടി. എന്നിട്ട് നീ ബാക്കിയുള്ളവരോട് തെളിവ് ചോദിക്കടി. നീ ആദ്യം നിൻ്റെ സൈഡ് പ്രൂവ് ചെയ്യടി. എന്നിട്ട് നീ ബാക്കിയുള്ളവരോട് ചോദിക്കും തെളിവ് 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 എന്ന്. അല്ലാത്ത പക്ഷം നിനക്ക് ഒരാളോടും തെളിവ് ചോദിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. കാര്യം അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. നീ കണ്ടു എന്ന് പറഞ്ഞ ഒരു ലേഡിയെ വെയിറ്റ് ചെയ്യിപ്പിച്ചു, കാറ് വിട്ടിട്ട് അവരവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. അതല്ലാതെ നീ അയച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള നീ കസേരകളിയുടെ കാര്യവും പല കാര്യങ്ങളും ഇല്ലാത്തത് പറയരുതെന്നും പറഞ്ഞ് നീ അങ്ങോട്ട് വാദിക്കുന്നു. ആ നാവ് കൊണ്ടല്ലേടി, ആ വൃത്തികെട്ട നാവ് കൊണ്ട് തന്നെയല്ലേടി നീ ഇത് പറഞ്ഞത്? ഞാൻ 2-3 ദിവസമായി എൻ്റെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണ് അടി. അപ്പോൾ 2-3 ദിവസം നീ സംസാരിക്കുന്നു എന്ന് പറയുന്നു, എൻ്റെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണ്. നീ അപ്പോൾ നീ അങ്ങോട്ട് മുകളിലേക്ക് കയറുകയാണ്. എടുത്തു വെച്ചിട്ട് ഞാൻ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. എന്താണടി കണ്ടത്? കണ്ടതാണെന്ന് പറയടി. നേരം വെളുക്കുമ്പോൾ തൊട്ട് കുറേ എല്ലായിടത്തും ഇവിടുന്ന് പോയി അവിടുത്തെ കുറ്റം പറയും, അവിടുന്ന് പോയി ഇവിടുത്തെ കുറ്റം പറയും. അവരെ വിശ്വസിക്കരുതെന്ന് ഇവരോട് പറയും, ഇവരെ വിശ്വസിക്കരുതെന്ന് അവരോട് പറയും. എന്നിട്ടും ഈ ദുർഭൂതത്തെ മനസ്സിലാക്കാതെ കുറേ എണ്ണം, എന്നിട്ടും ഈ ദുർഭൂതത്തെ താങ്ങി കുറേ എണ്ണം. ഇതൊക്കെ സ്വയം അനുഭവിക്കുമ്പോൾ, ഡേറ്റാസ് കൊടുത്തവരും മൊബൈൽ നമ്പർ കൊടുത്തവരും ഒക്കെ സ്വയം അനുഭവിക്കുമ്പോൾ പഠിച്ചോളും. അത്രയേ ഉള്ളൂ. എനിക്കിത് നിനക്കൊക്കെ ഓരോ അവളുമാർക്കും ഇതൊക്കെ നിസ്സാര കാര്യമായിരിക്കും. എനിക്ക് നിസ്സാര കാര്യമല്ല. പിന്നെയോ കൊട്ടണം എന്ന് തോന്നുന്ന പൊന്തം കൈയും ഉണ്ടല്ലോടി. നീ വാ എൻ്റെ അടുത്തേക്ക് എന്നെ കൊട്ടാൻ. കേട്ടോടി ചവമേ. നേരം വെളുക്കുമ്പോൾ കയറി അങ്ങോട്ട് ഇരിക്കും. പിള്ളേരെ നോക്കാനും സമയമില്ല. കിരിപിരി കാക്കിരി പീക്കിരി പൂക്കിരി എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ കടന്ന് നിറയെ കരച്ചില്ല. അതുങ്ങളെ ഒന്ന് കെയർ ചെയ്യാൻ പോലും ഈ ലേഡിക്ക് സമയമില്ല. ഈ നാട്ടുകാരുടെ മുഴുവൻ കുറ്റം ആ പിള്ളേരെ അവിടെ ഇട്ടിട്ട് ഇത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പോലും ഞാൻ അത്രയും പ്രൈവറ്റായിട്ട് ഒരാളെയും ഡിസ്റ്റർബ് ചെയ്യാതെ, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറയുന്നതെന്ന് മറ്റുള്ളവരെ കേൾപ്പിക്കാതെ, ഞാൻ അത്ര ഇതായിട്ടാണ് മറ്റുള്ളവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. ഈ 2-3 കുഞ്ഞു പിള്ളേരെ അവിടെ ഇട്ടിട്ടാണ് പരദൂഷണം മുഴുവനും. അതുങ്ങളെ ശ്രദ്ധിക്കാൻ പോലും രാവിലെ നേരം വെളുക്കുമ്പോൾ ഇറങ്ങും ലൈവുമായിട്ട്. നാണം കെട്ടവള്, പറഞ്ഞുണ്ടാക്കിയ കള്ളം. നീ ആർക്കൊക്കെയാടി നീ അത് അയച്ചു കൊടുത്തത്? നീ ഇത് കണ്ടിട്ടാണോ ദിവസവും ഇരിക്കുന്നത്? ഞാൻ അന്ന് ചോദിച്ചോളൂ, ലെസ്ബിയൻ ആണോ നീ?
നിനക്ക് മാത്രം കാണാനായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുവാണോടി? ഒരാൾക്കും ഉണ്ട് 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 എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും കൊടുക്കാതെ നിനക്ക് മാത്രം കാണാനായിട്ട് വെച്ചേക്കുകയാണോ? നാണം കെട്ടവളെ, കുറേ ദിവസമായാലോ നീ ഇത് തുടങ്ങിയിട്ട്. വീണ്ടും 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 എൻ്റെ പേരെടുത്തിട്ട് നീ അതിൽ സത്യവതി കളിക്കുന്നു അല്ലേ? നാണമില്ലാത്തവളെ. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ വന്ന് കമൻ്റ് ഇട്ടപ്പോൾ നീ എന്നെ ഹൈഡാക്കി കളഞ്ഞു. എന്തിനായിരുന്നടിയത്? നിനക്ക് പറയാൻ മറുപടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ എന്തിനാടി എന്നെ ഹൈഡാക്കിയത്? ഞാൻ 2 കമൻ്റ് അവിടെ ഇട്ടപ്പോഴത്തേനും എന്നെ എന്തിനാടി നീ ഹൈഡാക്കി വിട്ടത്? നിന്റെ കൂടെ എങ്ങനെയാടി പെൺകുട്ടികൾ വളരുന്നത്? നിന്നെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റൂടി? കൂടത്തി ജീവിക്കുന്നവർക്ക് നിന്നെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഡ്രാക്കുളെ, ഇപ്പോഴും അവൾ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ കണ്ടതാണ് പറഞ്ഞതെന്ന്. കണ്ടതെടുത്ത് പുറത്തിടടി, തെളിവ് താടി. എന്നിട്ട് നീ ബാക്കിയുള്ളവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കടി.